ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വിജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഇപ്പോൾ യൂട്യൂബിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് യൂട്യൂബിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് സെറ്റിങ്സുകളെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂട്യൂബിൽ ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാലത്ത് തീർച്ചയായും ഈ ഒരു ചാനൽ കൊണ്ട് ഉപകാരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ വീഡിയോയ്ക്കായിരിക്കും. അപ്പോൾ നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യുമ്പം നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇപ്പോൾ നെറ്റ് കുറവാണെങ്കിൽ, നമുക്ക് MB ഒക്കെ കുറവാണെങ്കിൽ, നമുക്ക് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ മുകളിലൊരു 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്വാളിറ്റി എന്ന് കാണാൻ സാധിക്കും. നമുക്കിതിൽ നമ്മുടെ എന്താ പറയുക, നെറ്റിനനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു 144 അല്ലെങ്കിൽ 240 പിക്സലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ MBയിൽ തന്നെ ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അതേസമയം ഒരു 360 450 കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മീഡിയം ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ 720 അല്ലെങ്കിൽ 1080 എന്ന് പറയുന്ന പിക്സലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല HD ക്വാളിറ്റി തന്നെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ പറയുന്നു. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ മറ്റൊരു കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വീണ്ടും ആ 3 ഡോട്ടിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മളിവിടെ നോർമലിലായിരിക്കും ഉണ്ടാവുക. നമുക്കൊരു വീഡിയോ കുറച്ച് സ്ലോ മോഷനിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ 0.25x അല്ലെങ്കിൽ 0.5x ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോ നമുക്ക് കുറച്ച് സ്ലോ മോഷനിൽ കാണാൻ സാധിക്കും. ഇനി അതല്ല ഒരു വീഡിയോ നമ്മൾ കുറച്ച് സ്പീഡിൽ കാണുന്നുണ്ടെങ്കിൽ 1.25 അല്ലെങ്കിൽ 2x ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ ആ ഒരു വീഡിയോ പോകും. അപ്പം അത് ആ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒന്നുകൂടി ആ 3 ഡോട്ടിൽ പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ റിപ്പോർട്ട് എന്നുണ്ട്. ഈ റിപ്പോർട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ എന്താ പറയുക, എന്തെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു വീഡിയോ ഒരുപാട് റിപ്പോർട്ട് വരികയാണെങ്കിൽ അവർ പരിശോധിച്ചതിന് ശേഷം ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ വാച്ച് ഇൻ VR എന്ന് കാണിക്കും. നമുക്ക് ആ VR ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇതിങ്ങനെ കാണാൻ സാധിക്കും നമുക്ക് വീഡിയോ. അപ്പോൾ അപ്പോൾ VR ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ഈ വീഡിയോകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോയിൽ ഉള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ വീഡിയോൻ്റെ സെർച്ചാണ് മറ്റൊരു മെയിൻ കാര്യം. നമ്മളിവിടെ സെർച്ച് ബാർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ സെർച്ച് ബാറിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു സെറ്റിങ്സിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത് നമ്മളെന്താ പറയുക, ഒരു അപ്ലോഡ് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ വ്യൂ കൗണ്ടോ അല്ലെങ്കിൽ അപ്ലോഡ് ഡേറ്റ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ ആണോ, ചാനലാണോ, പ്ലേലിസ്റ്റ് ആണോ എന്നൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ഇപ്പോൾ ലാസ്റ്റ് മണിക്കൂറിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് കാണണമെങ്കിൽ ലാസ്റ്റ് ഹവർ സെലക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇന്നാണെങ്കിൽ ടുഡേ സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ദിസ് മന്ത്, ദിസ് ഇയർ ഒക്കെ ഉണ്ടാവും. ഈ വർഷം ഇറങ്ങിയ ഒരു വീഡിയോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് വീഡിയോ സെർച്ച് ലിസ്റ്റിൽ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഇവിടെ എനി ഡ്യൂറേഷൻ എന്ന് കാണിക്കാൻ സാധിക്കും. അതിൽ ഷോർട്ടോ അല്ലെങ്കിൽ ലോങ്ങോ അല്ലെങ്കിൽ എനി എന്നുണ്ടാവും. അപ്പോൾ ഷോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 4 മിനിറ്റ് വരെ ഉള്ളൊരു വീഡിയോ ഒക്കെ സെർച്ച് ലിസ്റ്റിൽ കാണിക്കും. അതേപോലെ തന്നെ ലോങ് കൊടുക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്, നമുക്ക് കുറച്ച് കൂടുതലുള്ള വീഡിയോ ആണ് കാണണമെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനുശേഷം അപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ സെർച്ചിങ്ങിൽ വരുന്ന മറ്റൊരു കാര്യം. ഇനി നമ്മൾ ഹോമിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ സെർച്ചിൻ്റെ തൊട്ടിപ്പുറം നമ്മുടെ ചാനലിൻ്റെ സെറ്റിങ്സ്, അതായത് നമ്മുടെ ചാനൽ അക്കൗണ്ട് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് കാണിക്കും. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കാണുന്ന വീഡിയോസോ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സെർച്ച് ലിസ്റ്റിലോ വാച്ച് ഹിസ്റ്ററിയിലോ വരത്തില്ല. നമ്മളൊരു വീഡിയോ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു പൊടി പോലും ഉണ്ടാവില്ല. ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ചിലപ്പോൾ സാധാ അക്കൗണ്ടിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയ വീഡിയോസ് ആയിരിക്കും പിന്നെ ഫ്രണ്ടിൽ വരിക. ഇതങ്ങനെയൊന്നും വരത്തില്ല. നമ്മൾ സെർച്ച് ചെയ്താൽ അത് അപ്പം തന്നെ സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പോകുന്നതായിരിക്കും. അത് ഓഫാക്കാനായിട്ട് ഒന്നുകൂടി അതിൽ സെലക്ട് ചെയ്തിട്ട് ടേൺ ഓഫ് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി അക്കൗണ്ടിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ ജനറലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തീം വേണമെങ്കിൽ ഡാർക്ക് തീം മാറ്റാൻ സാധിക്കും. ഇവിടെ ഡാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ആവും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ തീം മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളൊരു വീഡിയോ നമ്മൾ അടിച്ച് കളയുമ്പോൾ അടിച്ച് കളയുമ്പോൾ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ നമുക്ക് അടിച്ച് കളയാൻ പറ്റും. അപ്പോൾ
സീക്ക് ചെയ്യുമ്പോൾ നമുക്ക് 15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് 30 സെക്കൻഡ് എത്ര സെക്കൻഡ് വേണമെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കിവിടെ വീണ്ടും താഴോട്ട് വരികയാണെങ്കിൽ ഹിസ്റ്ററി ആൻഡ് പ്രൈവസി എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ടുണ്ടെങ്കിൽ ക്ലിയർ വാച്ച് ഹിസ്റ്ററി അതുപോലെ തന്നെ ക്ലിയർ സെർച്ച് ഹിസ്റ്ററി എന്നുണ്ടാവും. ഇവിടെ നമ്മൾ കണ്ട വീഡിയോസിൻ്റെയും അതേപോലെ തന്നെ സെർച്ച് ചെയ്തതിൻ്റെയും മുഴുവൻ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കില്ല. അതേപോലെ തന്നെ സെർച്ച് ഹിസ്റ്ററിയും വാച്ച് ഹിസ്റ്ററിയും നമ്മൾ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും പിന്നെ ഉണ്ടാകത്തില്ല. ആര് യൂട്യൂബ് തുറന്നാലും നമുക്ക് എന്താ പറയുക ഒരു ഡീറ്റെയിൽസും കാണാൻ സാധിക്കില്ല. അല്ലാത്ത പക്ഷം നമുക്ക് ആ ഒരു സെർച്ച് ചെയ്യുമ്പോൾ അവിടെ സെർച്ച് ഹിസ്റ്ററിയും കാണാം. അതേപോലെ തന്നെ നമ്മൾ വാച്ച് ചെയ്ത വീഡിയോൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് പല വീഡിയോസും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു യൂട്യൂബിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.